ഹായ് ഫ്രണ്ട്സ്, അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് മുട്ട വേവിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബേ ലീവ്സ്, പെരിഞ്ചീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കയാണ്. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള, നമ്മളിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കുക്കറിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിനകത്താണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മളിത് വഴറ്റുന്നൊന്നുമില്ല ഇപ്പം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ നമ്മുടെ കുക്കറിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തി തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മളിത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയാണ്. ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ ഒരു 1-2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ബേ ലീവ്സും പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല പൊടികളാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ കൂടിയുള്ള ആ ഒരു കൂട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, തിളച്ച വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അങ്ങനെ മുട്ടയും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മുട്ടക്കറിയുടെ റെസിപ്പി. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്